വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. 5 മിനിറ്റ് പോലും വേണ്ട. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. ഒരുപാട് ചേരുവകളോ ഒന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായി ഞാൻ ഒരു വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് പാൻ്റെ എല്ലാ ഭാഗത്തും ആക്കാം. ഫ്ലെയിം ചെറുതാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പാൻ ഒന്ന് കറക്കിയിട്ട് ഇതുപോലെ മുട്ട നല്ല രീതിയിൽ സ്പ്രെഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ വലിയ ഒരു സാൻഡ്വിച്ചിൻ്റെ ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഒരൊറ്റ ബ്രെഡ് സ്ലൈസേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ആ ബ്രെഡിനെ 2 ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ സ്ലൈസ് മുട്ടയുടെ മേലെ വെക്കുക. എന്നിട്ട് മറിച്ചിട്ട് വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബ്രെഡിൻ്റെ മേലെ ആ മുട്ടയുടെ മിക്സ്ചർ ഉണ്ടാവും. മുട്ട ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് വെക്കണം. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ സ്ലൈസസ് വെക്കുമ്പം ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോഴേ നമുക്കിത് കറക്റ്റായിട്ട് സാൻഡ്വിച്ച് പോലെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ബ്രെഡിൻ്റെ പീസ് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം മുകളിൽ കുറച്ചൊക്കെ കുക്കായ പോലെയുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അടിഭാഗത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ചെറുതായിട്ട് തന്നെ വെക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടാൻ പാടില്ല. അപ്പോൾ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ ബ്രെഡിൻ്റെ ഒരു സ്ലൈസിൻ്റെ മേലെയായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെഡാർ ചീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സ്ലൈസിൻ്റെ മേലെ കുറച്ച് ചില്ലി സോസ് കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മയണൈസ് തേക്കണമെന്നുണ്ടെങ്കിൽ അത് തേക്കാം. ബാർബിക്യൂ സോസ് ആണെങ്കിൽ അത് തേക്കാം. നിങ്ങളുടെ ഫ്ലേവറിന് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം തേച്ചിട്ടുള്ളത് ഗാർലിക് ചില്ലി സോസാണ്. എന്നിട്ട് മുട്ട ഇതുപോലെ 4 വശത്ത് നിന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. മുട്ടയുടെ ഓരോ ഭാഗത്തു നിന്നും നടുവിലേക്കായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ പാല് ചേർത്തതുകൊണ്ട് ഈ ഒരു ഓംലെറ്റിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ലിഫ്റ്റ് ചെയ്തിട്ട് നടു മടക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഇതൊരു സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. 2 വശത്തും ബ്രെഡും നടുവിൽ മുട്ടയും ചീസും ഒക്കെ ആയിട്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ബ്രെഡൊക്കെ നല്ല ടോസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ മുട്ടയുടെ ഫില്ലിങ്ങും ചീസും എല്ലാം ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അതല്ലാതെ ഇങ്ങനെ വെറുതെ പിടിച്ച് കഴിക്കാനും പറ്റും. മൊസറല്ല ചീസ് ഇട്ടുകൊണ്ട് തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഊസൗട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്